അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് കുറച്ച് വ്യത്യാസമാണ്. നിങ്ങൾക്ക് എൻ്റെ സൈഡിലായിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ ഡംബിൾ കാണാം. വളരെ സിമ്പിൾ ചാലഞ്ചാണ്. ഈ 10 ലക്ഷം രൂപയുടെ ഡംബിൾ വെച്ച് സൈഡ് റേസ് ചെയ്യണം. ഓരോ സൈഡ് റേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 രൂപ കിട്ടും. നിങ്ങൾ 100 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പറയണ്ട മോനെ 16 മേടിച്ചുകൊണ്ട് പോകും. സിമ്പിളായ ചാലഞ്ചാണ്. ഞാൻ വേണം ആ ചെയ്ത് കാണിക്കാം. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പിന്നെ പറയരുത്. കഴിഞ്ഞ പ്രാവശ്യം ഡെഡ് ലിഫ്റ്റ് വീഡിയോക്കകത്ത് വേണമെങ്കിൽ അത്രയും വെയിറ്റ് എനിക്ക് പൊക്കായിരുന്നു. അവസാനം വന്ന പ്രൊഫഷണൽ ആയിട്ട് തോറ്റുപോയാൽ അത്രേ ഉള്ളൂ. എത്ര വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഒരേ പ്രാവശ്യം ചെയ്യുന്നത് 100 രൂപ. ഇത് പാരലായിട്ട് പൊങ്ങി വരണം. കൈ എങ്ങനെ ഇങ്ങനെ 1 2 3. ഇതെനിക്ക് വേണമെങ്കിൽ കുറേ ചെയ്യാം. ഒരു 2000-3000 ഒക്കെ എനിക്ക് തന്നെ ഉണ്ടാക്കാം. ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി ലക്ഷങ്ങൾ കൂട്ടിയിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടാക്കിയേനെ. പക്ഷെ അത്രയും ചെയ്യാതെ ഞാൻ നിങ്ങൾക്ക് ഈസി ആക്കി തന്നിരിക്കുക. അതുകൊണ്ട് 100 രൂപ അല്ലെങ്കിൽ 500-1000 ഒക്കെ വെച്ചാൽ വെയിറ്റ് കൂട്ടിയിട്ട് ബ്രോ ഒരു വീഡിയോ ഒക്കെ തരുന്ന ഇത് ഓരോ പ്രാവശ്യം സൈഡ് റേസ് ചെയ്യുന്നതിന് 100 രൂപ. There is no entry fee or anything. Okay, you voluntarily come in. You lift it like you can't lift it like this. You have to lift it like this. This should be somewhere around like this level. Okay, shoulder and above. That will be counted. Okay, come on. നമ്മുടെ ഫസ്റ്റ് ആളെത്തിരിക്കുകയാണ്. ബ്രദർ കർണാടകയിൽ നിന്നാണ്. How much do you think it weighs? Maybe 25 kgs. 25 കിലോ ഉണ്ടെന്നാ പറയുന്നത്. How much is this? I don't know. That I don't know. പൈസ എത്രയാണെന്ന് അറിയത്തില്ല കേട്ടോ. Okay boys, let's start. എല്ലാ സൈഡ് റേസിനും 100. Come on. Come on. You can do it. Come on. Come on, you have to not count it yet. It has to go above your shoulder. It's easy. Left കൈയിൽ നിന്ന് ട്രൈ ചെയ്യും. Maybe this one you can count. You have to like do it. You can't swing it like this, okay? So you have to do it like with a form. Otherwise, like it will hurt your elbow. Let it hurt, but now I have done it. No? Okay, I can count it for you, but like from here on, like I won't count this, okay? ഒരെണ്ണേ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇത് ഞാൻ യഥാർത്ഥത്തിൽ കൗണ്ട് ചെയ്യത്തില്ല. ആദ്യത്തെ കാര്യം കൈ നമുക്ക് ആട്ടാൻ പറ്റത്തില്ല കേട്ടോ. ബ്രോ എന്തായാലും ആദ്യത്തെ ആളാൻ വേണ്ടി ഞാൻ പൈസ കൊടുക്കുക. For 100, okay? നിങ്ങൾക്ക് പ്രോപ്പർ ഫോം ആയിട്ട് ചെയ്യണം. ആട്ടം ഒന്നും പറ്റത്തില്ല. സൈഡിലോട്ട് പിടിച്ചിട്ട് വെറുതെ പൊക്കിയാൽ മാത്രം മതി. ഇതായിരിക്കും കൗണ്ട് ആവുന്നത്. ആരാണ് വരുന്നത്? 10 ലക്ഷം രൂപയുടെ മൂലം കൊണ്ട് വെച്ചിട്ട് ഒരാൾ മൈൻഡ് ചെയ്യുന്നില്ല. സസ് എൻ്റെ പ്രിയ നാട്ടുകാരെ ആരുമില്ലേ? ഓടി വരൂ കടന്നു വരൂ പൊക്കി നോക്കുന്നത്. ഇത് ഓരോ പ്രാവശ്യവും ലാറ്ററൽ റേസ് ചെയ്യുന്നതിന് ഞാൻ 100 രൂപ വെച്ച് വരും. അങ്ങനെയല്ല ഇങ്ങനെ കാണാണതെ. ഇത് ജിമ്മിനെ കുറിച്ച് കുറെ അറിയാമെന്ന് തോന്നുന്നു. അപ്പം ട്രൈ ചെയ്യുന്നോ നിങ്ങൾ രണ്ടുപേരും? ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ലിമിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഏതെങ്കിലും ഇടക്ക് വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്യത്തില്ല. പിന്നെ അങ്ങോട്ട് മുമ്പിലോട്ടില്ല. നമ്മളിപ്പോൾ 1 ചെയ്ത് 2 ചെയ്ത് 3-മത്തെ നിന്ന് പറ്റിയില്ലെങ്കിൽ അവിടെ വെച്ച് നിൽക്കും. ഒന്നുകൂടി ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. അത്രയ്ക്ക് വെയിറ്റ് ഒന്നും ഇല്ല. സൈഡിലോട്ട് പിടിക്കുക. കണ്ട വെയിറ്റ് ഇല്ല വേണ്ട. ലാറ്ററൽ റേസ് കമോൺ 10 lakh ഡംബിൾ. പറ്റുക കഷിനെ കൊണ്ട് പറ്റും. കണ്ട ഇത്ര പ്രോത്സാഹനം കണ്ട. ഇങ്ങനത്തെ കൂട്ടുകാർ മതി. കൊക്കയിലോട്ട് തള്ളിയെടുക്കുന്നുണ്ട്. പ്രോത്സാഹിച്ച് ഒരു ലെവൽ എത്തിക്കും കൂട്ടുകാർ. കമോൺ. I think she's not able to do it, boys. No. Good luck. Thank you. You came through and tried, okay? Thank you. I give you all of No, you don't have to give me anything. Boys, ഞാനൊരു പൈസ മേടിക്കാറില്ല. പറയേണ്ട ആവശ്യമില്ല. Like if you fail, it won't be counted, okay? It will stop there. You have to do like side race. Side race ചെയ്യണം. Not row, side race. You have to do this. Side. ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കത്തില്ല. പക്ഷെ പിന്നെ ട്രൈ കൊടുക്കുക. I think it won't happen, okay? Good luck, man. ഈ പൈസ പൊക്കാൻ ആരുമില്ലേ? ഞാൻ ഇന്നലെ തൊട്ട് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇൻകം ടാക്സ് ഒന്ന് മേടിച്ചുണ്ട്. ആൻറ്റി ഈ പൈസ പൊക്കുന്ന പൈസ പൊക്കിയാൽ ഓരോ പ്രാവശ്യം പൊക്കുന്നതനുസരിച്ച് 100 രൂപ വരും. എത്ര വേണം പൊക്കിക്കും? പൊക്കിക്കഴിഞ്ഞാൽ ഞാൻ 10,000 മേടിക്കാം, 50,000 മേടിക്കാം. പൈസ ഒന്നുമില്ല, എനിക്കൊന്നും തരണ്ട. ചേച്ചി മൈൻഡ് ചെയ്തില്ല. അതൊക്കെ പട്ടിക്ക് ഒരു മൈൻഡ് ഇല്ലല്ലോ. ഇതെന്താണ് ഈ അവിടെ നിന്ന് ആൾക്കാർ ഇത് വേറെ ബ്ലാക്കിൽ മറ്റേ പുള്ളി വരും ദുരന്തരനകത്ത്. പെർമിഷൻ ഒക്കെ എടുത്ത് ഞാനിവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്ര രൂപ കൊടുത്തെന്ന് അറിയാം. കരച്ചിൽ വരുന്നു. അവർ വടക്കം മലയിൽ ഉണ്ടെന്നാണ്. അളിയൻ ഡൽഹിക്കാരനാണ്. ഒട്ടും മോശമായില്ല രണ്ടുപേർക്ക്. ഓ അങ്ങനെയാ. ഓക്കെ. ബോയ്സ് അപ്പോൾ അടുത്ത നോർത്ത് ഇന്ത്യൻ ചേട്ടനാണ് വന്നിരിക്കുന്നത്. കമോൺ, യു ഹാവ് ടു ലിഫ്റ്റ് ഇറ്റ് അപ്പ്. പൈസ അല്ലേ പൊക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ? സോറി बहुत ज्यादा वेट है. എത്ര രൂപ വന്നത്? Maybe 1 and 2 lakh. 1-2 lakh? ना it's 10 lakhs. 10 lakhs sorry. इसका चैलेंज देखा बहुत अच्छा लगता है. Thank you. आप जो എന്റെ നോർത്ത് ഇന്ത്യൻ ഫാനാണ്. എനിക്ക് അടുത്ത ആരാണെന്ന് ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും കുറെ ആൾക്കാരാണ്. ആരും ഇല്ല. നോക്കി അവരെല്ലാം വേറെ ആരും വന്നിട്ടില്ലല്ലോ. ഇതുകൊണ്ട് വീട്ടിൽ പോകാനാണ് ഞാൻ. ആൾക്കാർ വന്നില്ല ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടും. പെട്ടെന്ന് അരമണിക്കൂർ എത്തിക്കോ നിങ്ങൾക്ക് പൊക്കിയ ഓരോ പ്രാവശ്യം പൊക്കുന്നതിന് 100 രൂപ വെച്ച് കിട്ടും. ഇവിടെ ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഞാൻ തന്നെ പോയി തപ്പേണ്ടി വരും തോന്നുന്നു. ഞാൻ സ്റ്റോറി ഇട്ടുണ്ട്. ആൾക്കാർ വരത്തില്ല നോക്കാം. വീഡിയോ വരുന്നാ ചേട്ടന് ഇഷ്ടമല്ല.
ഇത് ദൂരത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കന്നാസ് വെള്ളമാണെന്ന്. വീഡിയോ വരുന്നാ? ഒരു വീഡിയോയിൽ വരുന്നോ? വരൂ. ഹായ്. അതെ ചേട്ടനൊക്കെ പറ വരാൻ. അടുത്ത കക്ഷി വന്നിരിക്കുകയാണ്. പൊക്കാൻ പറ്റുമോ? ബ്രോ ഇനി എന്തായാലും പൊക്കിയിരിക്കും. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ. അടുത്ത കണ്ടസ്റ്റ് എത്തിയിരിക്കുന്നു. പൊങ്ങുവോ? ഇല്ല. കമോൺ. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. പൊങ്ങണം. ഇല്ലല്ലേ? കുഴപ്പമില്ല. ഗുഡ് ലക്ക്. ഇപ്പിടി തിരിഞ്ഞിച്ച് ആണാ പൊങ്ങലേ. അവ കൂട്ടുകാരെ പറ ഇപ്പിടി ഇല്ല പറ്റണ്ട കാല് പാകത്തിന്. എവിടെ? ആരെവിടെ? പൈസ എവിടെ? എന്റെ റീൽസ് കണ്ടിപ്പോ ഒരു ജനം ഇറങ്ങി വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞേനെ. വി ഓൺലി ഹാവ് 1 hour. ചേട്ടാ ഒരു വീഡിയോക്കകത്ത് വരൂ. അവിടെ ഐസ്ക്രീം കഴിച്ചോളൂ. നീ ഇങ്ങോട്ട് വരൂ. നീ ഐസ്ക്രീം എന്തായാലും കഴിക്കാൻ പറ്റും. മേലനങ്ങുന്നല്ലേ ഇത്? കമ്പിയോ? ഏത് കയ്യില്? ഓ, റൈറ്റ് കയറ്റാൻ ചെയ്യുന്നില്ല. അവരവർ കമ്പി പറഞ്ഞുണ്ട്. ചേട്ടാ കമോൺ. പൊങ്ങുന്നില്ല. കൈ ആട്ടാൻ പറ്റത്തില്ലടാ. കൈ ആട്ടാൻ പറ്റില്ല. ഷോൾഡറിൽ വെള്ളത്തില്ല. ഉള്ള ഷോൾഡർ കളയല്ല. ഒരു മോതിരം ഉണ്ടോ? അത് തരുമോ? ഏത് മോതിരം? ഒരു ചാൻസ് ചേട്ടാ, ലാസ്റ്റ് ചാൻസ്. നോ എടാ ഞാൻ കാണിച്ചിട്ടാ. ഇത് സൈഡിൽ വെച്ചിട്ട് വെറുതെ പൊക്കിയാൽ മതി. ഇങ്ങനെ ആട്ടാൻ പറ്റത്തില്ല കേട്ടാ. അതാണ് ചെയ്യേണ്ടത്. ഒറ്റെണ്ണം ലാസ്റ്റ്. നോ, പറ്റില്ല. വലിയ വെയിറ്റ് ഇല്ല. ഞാൻ വെയിറ്റ് കൂട്ടാതെ കുറച്ച് കൊണ്ടുവന്നു. ആൾക്കാർ പൊക്കിക്കോട്ടെന്നും പറഞ്ഞു. എത്ര കിലോ ഉണ്ട്? അല്ല, 10 ലക്ഷം രൂപയുണ്ട് അതിന്റെ വെയിറ്റ്. അപ്പം പയ്യനെ കൊണ്ട് പറ്റിയില്ല. ഇനി ആൾക്കാർ വന്നോണ്ടിരിക്കുന്നു. തിരക്ക് കൂടുന്നു ഇവിടെ. ബ്രോ ചെയ്യാൻ പോകുന്നു. കമോൺ. സൈഡിൽ വെച്ചിട്ട് ഇവിടെ സൈഡിൽ വെച്ച് പൊക്കുക. കമോൺ. കൈയിട്ടുന്ന് സ്റ്റാർട്ട് ആവുമ്പോ നമുക്ക് കണ്ടുക. വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ഇത് ഒരു 10 ലക്ഷം രൂപ. 10 ലക്ഷം പൊക്കാൻ പറ്റുന്ന ആനമാര് വെക്കിയല്ലോ. എന്ത് ഞാൻ വെയിറ്റ് കൂട്ടിയനെ. എന്റെ കൈക്കരത്തിന് പിന്നെ ആരും വെക്കാതെ വരും. അതുകൊണ്ട് ഞാൻ ചെയ്യാത്ത. ഞാൻ കാണിച്ചു കൊടുക്കാം. എവിടെന്നെങ്കിലും ഇൻകം ടാക്സ് വരുന്നല്ലേ പറയണം കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഞാൻ കുനിയൊന്നും ഇല്ലല്ലോ. കണ്ടാ? ഞാനിത് 30 പ്രാവശ്യമാണ്. എന്റെ കൈക്ക് ഒരു പരിധിയുണ്ട്. പൊക്കിയോ? സൈഡിൽ വെച്ച് പൊക്കിട്ട് സൈഡിൽ വെക്ക്. ഏട്ടി ഇങ്ങനെ പൊക്ക്. അങ്ങനെയല്ല, ഇങ്ങനെ. അടുത്ത ആള് പൊക്കിക്കോ. 2 കണ്ട്. കമോൺ. നോ. കമോൺ. നോ. നോ. കൗണ്ട് ആയിട്ടില്ല ഇതുവരെ ഒന്നും കേട്ടാ. പൊങ്ങിയില്ല. കമോൺ. ഈ ലെവൽ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന ഷോൾഡറിന്റെ ലെവലല്ലേ. സപ്പോർട്ട്. 100, 200, 300. കമോൺ. എത്ര? 400. കമോൺ. 500 അല്ലേ? 500. കമോൺ ബോയ്സ്. ഫസ്റ്റ് ആൾ 500 രൂപ എടുത്തിരിക്കുകയാണ്. ഇവിടെ വെച്ച് നിർത്തി. അതുകൊണ്ട് നല്ല കാര്യം. കണ്ടിന്യൂ ചെയ്തിരുന്നാലും മേടിച്ചോണ്ട് പോവാ. 500 രൂപ കേട്ടാ. ചുമ്മാ ചേച്ചി വെക്കുന്നു. പൊക്കിയോ? അത്രേ ഉള്ളൂ. 100 രൂപയുടെ പണിയായി. ചേച്ചി ഇത് 10 ലക്ഷം രൂപയായി. ഇത് ഇങ്ങനെ ഇത്രയും പൊക്കിയാ ഇത് മൊത്തം നമുക്ക് കിട്ടും. മൊത്തം നമുക്ക് കിട്ടും. അതിപ്പോ ഞാൻ പറഞ്ഞു. ഇത് 10 ലക്ഷം രൂപയുടെ വെയിറ്റ് ആണ് ഈ പറയുന്നത്. ഇത് 10 ലക്ഷം രൂപയുടെ വെയിറ്റ്. 50ന്റെ നോട്ടല്ലേ? 50 നോട്ട്. ഇന്നലെ എടുത്തേ ഉള്ളൂ. മൈസൂരിൽ നിന്ന് വന്നത്. ഫ്രഷ് നോട്ടാ. ഞാൻ ഇതിന്ന് മാറ്റിയിട്ട് പോലും വേണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നില്ലേ, ഇത് ഫുള്ളും ഇങ്ങനെ ഒരു ചാക്കിലോട്ട് ആക്കിയിട്ടില്ലേ എന്ന് ഞാൻ പറയാം. ഇത് ഫുള്ളും ചാക്കിലോട്ട് ആക്കിയിട്ട് എനിക്കറിയാവുന്ന ഒരു ബാങ്ക് ഉണ്ട്. അവിടെ കൊണ്ടുപോയി ഇങ്ങനെ അളിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന്. എന്താ അഭിപ്രായം? ഇത് കെട്ടൊക്കെ ഞാൻ മാറ്റിയിട്ട് ഫുള്ളും ഇങ്ങനെ ചാക്കിനെ കുടഞ്ഞിട്ടും ഓരോ നോട്ടായിട്ട് കുടഞ്ഞിടും. ആയിട്ട് ബാങ്ക് കൊണ്ട് കൊടുക്കും. ആയിട്ട് അക്കൗണ്ട് ഇടാൻ പറയും. അപ്പൊ അവരെ ഇങ്ങനെ കൂട്ടി എണ്ണണം. നല്ല രസമല്ലേ? അവർക്ക് എന്തെങ്കിലുമൊക്കെ പണി വേണം. വേണ്ട. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ഐഡിയ. ബോയ്സ് അത് ഞാൻ ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ കമന്റിനകത്ത്. ചേട്ടാ ട്രൈ ചെയ്യുന്ന വെറുതെ പൊക്കിട്ട് പോ. ആരോഗ്യം ഏത് പ്രായത്തിനും നല്ലയാ. 500 രൂപ ജയിച്ചിരിക്കുന്നു. എത്ര വേണം ജയിക്കാൻ നിങ്ങൾക്ക്? വന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടാ. ഞാൻ സ്ട്രിക്റ്റ് അല്ല. ഇപ്പൊ കുറച്ചൊക്കെ തുടക്കത്തെ 1-2 ട്രൈ ഒക്കെ വെറുതെ തന്ന്
അവനെ കൊണ്ട് പറ്റും. വരും ഇങ്ങോട്ട് വരും. വെയിറ്റ് വെക്കാം. വാ വാ. പൊക്കി പൊക്കി ചെറുതായിട്ട് വളഞ്ഞൊക്കെ വരുന്നത്. ഇത് എത്ര കിലോ ഉണ്ട് ബ്രോ? ഒരു 10 ലക്ഷം ഉള്ളൂ. അപ്പൊ റൂൾസ് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പിടി, സൈഡിൽ തന്നെ വെക്കണം, പൊക്കണം. ഓ, വൺ മോർ ട്രൈ. കമോൺ കമോൺ കമോൺ. ലെഫ്റ്റ് നോക്കുന്നോ? നോ, പറ്റുമോ? പോകുന്നില്ല. അത്രേ പൊങ്ങുന്നുള്ളൂ. ഫുള്ളും പൊങ്ങണം. കുഴപ്പമില്ല. ഓക്കെ ചേട്ടൻ ട്രൈ ചെയ്യുന്ന. വാ. ചേട്ടൻ വെറുതെ എന്നെ റിസ്ക് എടുപ്പിക്കുന്നു. വേണ്ട വേണ്ട വേണ്ട. ചേട്ടൻ ശരിയല്ല ചേട്ടാ. ആ, ചേട്ടന് പരിചയമുള്ള ചേട്ടനാണോ? ഓണോ, വെറുതെ ഇങ്ങനെ പറഞ്ഞത്. ആ അതെ, പൊക്കിയതാ. ആ പൊക്കി. ആരാ ചെയ്യുന്ന? ആ ചേച്ചി ചെയ്യും. ബാ ചേച്ചി ചെയ്യും. ബാ. ഒരു കൈക്കാണ് പോക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിക്കോ. പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊക്കുവോ? ഇങ്ങനെ പൊക്കണ്ട. ഇങ്ങനെ പൊക്കണം. ആ ചേട്ടൻ വരുന്നു. ആ സൈഡിലോട്ട് വെച്ചിട്ട്. അങ്ങനെയല്ല. ചേട്ടൻ ചെയ്യുന്നു. വരൂ. ചേട്ടൻ ഏത് കൈ? റൈറ്റ് അല്ലേ? ഇവിടെ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് ആണോ? ലെഫ്റ്റാ. ഓക്കെ. അപ്പൊ ഇങ്ങനെ പിടിക്കുക. മൂങ്ക്. ഇങ്ങനെ. ഇനിയും പൊങ്ങട്ടെ. और ऊपर. हाँ ट्राई ചെയ്യുന്നോ? ट्राई कर. 1 2 3 4 5 10 20 40 60 80 100 50,000. നോ 50,000. എത്ര പൈസ ആണെന്ന് ഗസ് ചെയ്യുക. എത്ര രൂപ ഉണ്ട്? This one stack 50,000. This is 50,000, 50,000, 50. This entire stack 5 lakhs. This is 5 lakhs. 10 lakhs. 10 lakhs ఉన్నాయి. 10 lakhs ఉన్నాయి. Side raise. Okay, side raise. Come on. Side. Oh, kai పొక్కతు. కొంచెం ഡെഡ് ലിഫ്റ്റർ വന്നിരിക്കുന്നു. ഡെഡ് ലിഫ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിളിച്ചു വരുത്തിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടാ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആണേ. പവർ ലിഫ്റ്റർ ചെയ്യാൻ പോകുന്നു. 1 2 3 4 5. Come on. 6. Come on. Round of applause. 7 8. Come on. 10. Come on. 11. 1200. 1400. Come on. 1400. Come on. 1500. Come on. Come on. 1600. 1700. എവിടെയെങ്കിലും പോകില്ലേ? പോകും കേട്ടാ. 1800. Come on. 1900. ഇടക്ക് വെച്ച് പൊങ്ങില്ലേ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിർത്തിയിട്ട് പോവാ. 2000. Let's go. 2000 രൂപ. ചേട്ടൻ ഇത് കാണാൻ വേണ്ടി വെയിറ്റ്. എനിക്ക് ബ്രോനെ ഒരു പരിചയമില്ല. ഇനി പിന്നെയും പറയും ഈ വീടിന്റെ അവസാനത്തിൽ ഞാൻ വിളിച്ചു വരുത്തിയതാണെന്ന്. അതൊന്നുമല്ലല്ലോ. അത് ശരി. ഇതൊന്ന് 14 15 16 17 18 19 20 കൊടുക്കുന്നുണ്ട് ഞാൻ. ചെയ്യുന്നോട്ടെ. അടുത്ത ആള് വരുന്നു. അടുത്ത ബ്രോ വന്നിരിക്കുന്നു. പവർ ലിഫ്റ്റർ ആണ്. എല്ലാം പവർ ലിഫ്റ്റർ ആണ്. സ്റ്റിഫ് lateral raise. Okay, every lateral raise $100. Oh, easy. 2 300 400 500 600 7 8 9 10 11 12 13 14 15 16 17 18 19. Come on, 20. Come on.
Come on, come on. 21. Come on. 22. 23. 26. 27. Come on. Oh. 28 ആയി. 28 ആയി. 29. ഫുള്ളും പൊങ്ങണം കേട്ടോ, ഫുള്ളും പൊങ്ങണം. Let's go 30. Let's go boys 30. 3000 രൂപയ്ക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പൊ തോന്നുന്നു കുറച്ച് വെയിറ്റ് 2 ലക്ഷം കൂട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര നഷ്ടം വരത്തില്ലായിരുന്നു. പവർ ലിഫ്റ്റർ ആണ് 3000 ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഒരിക്കലും കണ്ടുവിട്ടായിരിക്കട്ടെ. വരണം, ഇടയ്ക്കിടയ്ക്ക് വരണം. വലിയ വെയിറ്റ് ഇല്ല, ഇത് 5 കിലോ ഉള്ളത്. ഇത് അല്ല, ഇത് 5 കിലോ അല്ല, ഇത് മാത്രം 5 കിലോ. അത് പറഞ്ഞ പൈസ വെയിറ്റ് നമ്മൾ നോക്കത്തില്ലല്ലോ. എത്ര രൂപയുണ്ട്? ഇത് എത്ര രൂപ വന്നിട്ടുണ്ടെന്ന്? 5000 രൂപ. ചേട്ടൻ ട്രൈ ചെയ്ത് പരിശീലിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ. Come on, straight. 10 വർഷം മുന്നാടിയാണെങ്കിൽ 10 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് ചേട്ടൻ ചെയ്യും. നമുക്ക് വഴി വെച്ച് ഇവാ സ്റ്റാറിന് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സുപരിചിതനായിരിക്കും. പാടിത്തെറപ്പിക്കുന്നതാണ്. പഠിച്ച് പാടിയിരിക്കും. പഠിച്ചു പൊക്കാനുള്ള സമയമൊന്നുമില്ല, ഒറ്റ പൊക്കലേ ഉള്ളൂ. പൊക്കിയിരിക്കും. ഇത് ഇങ്ങനെ നോക്കണം അല്ലേ? ഇങ്ങനെ തന്നെ വെക്കണം. എടുത്ത് പൊക്കിയിരിക്കുമല്ലോ. എടുത്ത് പൊക്കിയിരിക്കും. പറഞ്ഞിട്ട് പറ. വെള്ളക്കൊടി. അതൊന്നും എടുക്കില്ല. വാച്ചൊരെണ്ണം പൊട്ടിപ്പോയി. അപ്പം ഇനി ആൾക്കാരൊന്നും ഇല്ല. നമ്മുടെ ഇന്ന് ഏകദേശം 5000, 5500, എത്രയൊക്കെ പോയിട്ടുണ്ട്. ഒരു ചേട്ടൻ വന്നിട്ട് 30 പൊക്കിയപ്പോൾ തന്നെ കുറേയൊക്കെ പോയി. അപ്പോൾ ഇതെല്ലാം നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. ഹോപ്പി കാച്ച വണ്ടർഫുൾ പീസ്.